ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ID നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് നമുക്കൊരു ID ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇമെയിൽ IDയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ID ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു ID ഉപയോഗിച്ചിട്ട് നമുക്ക് 5 പാസ്പോർട്ടുകൾ വരെ 5 ആളുടെ പാസ്പോർട്ടുകൾക്കാണ് നമുക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക. അതിനുശേഷം മറ്റൊരു ID നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പാസ്പോർട്ട് ഓഫീസ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ പാസ്പോർട്ട് ഓഫീസ് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഗിവൻ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് പേര് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇവിടെ നിങ്ങളുടെ പേര്, കടയുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരോ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ പ്രശ്നമില്ല, നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ID യുണീക്ക് ആയിരിക്കണം. നമ്മൾ മുന്നേ ID ഉണ്ടാക്കിയതാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് പറ്റത്തില്ല. അതിനുശേഷം നെക്സ്റ്റ് കോളത്തിൽ ലോഗിൻ ID ആയിട്ട് തന്നെ ഇമെയിൽ ID ഉപയോഗിക്കട്ടെ എന്നുള്ള ചോദ്യമാണ്. യെസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ വരുന്നതാണ്. ചെക്ക് അവൈലബിലിറ്റി കൊടുക്കുക. ചെക്ക് അവൈലബിലിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ലോഗിൻ ID അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം ഒരു പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതേ പാസ്വേഡ് തന്നെ താഴെ ആവർത്തിക്കുക. ഹിന്റ് ക്വസ്റ്റ്യൻ എന്നുള്ള ഭാഗത്ത് എന്തെങ്കിലും ഒരു ഹിന്റ് ക്വസ്റ്റ്യൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉത്തരം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ സമയത്തും ഒരേ ചോദ്യം ഒരേ ഉത്തരം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലോട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും പാസ്പോർട്ടിന്റെ ഭാഗത്ത് നിന്നും. അതൊന്ന് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്താൽ മാത്രമേ ID ആക്ടിവേറ്റ് ആവുള്ളൂ. അല്പസമയം നിങ്ങളൊന്ന് കാത്തിരിക്കേണ്ടി വന്നേക്കാം ചില സമയങ്ങളിലൊക്കെ. നമ്മുടെ മെയിൽ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. മെയിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ വാലിഡേഷൻ എന്നൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യൂസർ ID അഥവാ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് യുവർ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇപ്പൊ നമ്മളതിലേക്ക് ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പാസ്പോർട്ടിന്റെ ID ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാവുന്നതാണ്.